ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. എന്താ? ചായ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ചേച്ചിക്ക് പറ്റിയത്, ചായ ആയിട്ടാണെന്ന് വന്നിരിക്കുന്നതെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ Q&A എപ്പിസോഡിൽ അമ്മയുടെ ചായനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ച് ഇമോഷണലായി പോയി. അപ്പോൾ ആ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പേര് FBയിൽ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി അമ്മ ഉണ്ടാക്കുന്ന പോലെ ചായയുടെ റെസിപ്പി ഒന്ന് ഇടണമെന്ന്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ചായയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? 1 മിനിറ്റ് വീഡിയോ ആയിട്ട്, അതായത് സംസാരമൊന്നും ഇല്ലാണ്ട് മ്യൂസിക് ആയിട്ട് മാത്രം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കുറച്ച് ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ഒരു വീഡിയോ ഇടണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇട്ടുകൂടാം, അറിയാവുന്നവർ ക്ഷമിക്കുക. മാത്രമല്ല എന്താ ഞാൻ പറയാ, ഇപ്പോൾ ഇതിന്റെ വീഡിയോന്റെ ഹെഡിങ് എന്ന് പറയുന്നത് അമ്മയുടെ സ്പെഷ്യൽറ്റി എന്നാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും അവരവരുടെ അമ്മമാരുണ്ടാക്കുന്ന ടീ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അപ്പോൾ ഈ ചായ നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ പറയും ഇതിലെന്താണ് ഇപ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് ചിലപ്പോൾ ചോദിക്കാം. എനിക്കിതെപ്പോഴും സ്പെഷ്യലാണ്, കാരണം എൻ്റെ അമ്മയുടെ ചായയുടെ റെസിപ്പിയാണിത്. നിങ്ങളുടെ അമ്മമാർ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും വെക്കുന്നുണ്ടാവുക. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനാണ്, എന്താണെന്നറിയാമോ, കുറേ പേര് എൻ്റെ അടുത്ത് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ മട്ട റൈസ് കുക്കറിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓംലേറ്റ് നന്നായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക, പിന്നെ നമ്മുടെ ബുൾസൈ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇടണോ അതോ ഇടാതിരിക്കണോ? മെജോറിറ്റി അഭിപ്രായം അനുസരിച്ചായിരിക്കും ഞാൻ ചിലപ്പോൾ ചെയ്യുക. കാരണം നമ്പർ കൂട്ടാൻ വേണ്ടി വീഡിയോ ഇടാൻ എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ മസാല ടീയുടെ റെസിപ്പി വേണമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q&A വീഡിയോ ഇട്ടതിന് ശേഷം നിങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മെസ്സേജിന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് മെസ്സേജസ് ആണ് എനിക്ക് ഡെയിലി ഫേസ്ബുക്ക് വഴിയും മെയിൽ വഴിയും അതുപോലെ തന്നെ കമൻ്റ് ആയിട്ട് വരുന്നത്. മാത്രമല്ല ഇപ്പം പിള്ളേരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് തിരക്കിലാണ്, എന്നാലും മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം റിപ്ലൈ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ Q&A അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കട്ട വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കേരള ചായ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാം, ഗ്യാസ് ഓൺ ചെയ്യാം. അതിലോട്ട് ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ചായയുടെ അളവാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചായ കുടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 1 ഗ്ലാസ് ചായയുടെ അളവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കാറുള്ളൂ. പിന്നെ മാത്രമല്ല ഇവിടെ ആരും ഇല്ല, അപ്പോൾ പിന്നെ വെറുതെ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ചായയിൽ ചേർക്കാൻ. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും പാലും ചായയിലും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ചായ ഉണ്ടാക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കണക്കുകളായിരിക്കും. ചിലവർക്ക് നല്ല എന്താ പറയുക തിക്കായിട്ടുള്ള ചായയാണ് ഇഷ്ടം, അതായത് പാല് കൂടുതലുള്ള ചായയാണ് ഇഷ്ടം. അതേസമയം ചിലവർക്ക് പാല് കുറഞ്ഞിട്ടുള്ള ചായയാണ് ഇഷ്ടം. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണ ചായ വയ്ക്കുമ്പോൾ ഒരുപാട് പാല് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോഴുണ്ടാക്കുന്ന ചായയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പാലിൻ്റെ അളവങ്ങ് കൂട്ടും. അതുപോലെ തന്നെ കടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിപ്പെൻസ് ആണല്ലേ. ഇപ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഒന്നില്ലെങ്കിൽ നല്ല കടുപ്പത്തിൽ വേണം, അല്ലെങ്കിൽ മീഡിയം വേണം, അല്ലെങ്കിൽ ലൈറ്റ് ചായ വേണം എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം കടുപ്പത്തിലുള്ള ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഇടുന്നതിന് പകരമായിട്ട് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്ത് ചായയില. അതുപോലെ തന്നെ ലൈറ്റ് സ്ട്രോങ് മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും ചായയുടെ അളവ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ച് മാറ്റണം. ഇവിടെ ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലോട്ട് ചായയിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലൂസായിട്ടുള്ള ചായയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചായയിലയുടെ ബ്രാൻഡ് ചോദിക്കുകയാണെങ്കിൽ ലിപ്റ്റൺ ആണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ലിപ്റ്റൺ തന്നെയാണ് ടീ ബാഗ് ആണെങ്കിലും ചായയിലാണെങ്കിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലിപ്റ്റൻ്റെ ഞാനൊരു 1.5 ടീസ്പൂൺ ചായയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഇനി മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഈ ചായയില ഈ വെള്ളത്തിലോട്ട് നന്നായിട്ടങ്ങ് വന്നോട്ടെ.
ഞാനിതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ പഞ്ചസാരയുടെ അളവ് പലവർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഒരുമിച്ചാണ് പഞ്ചസാര ഇടാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ജാൻ വിത്തൗട്ടാണ് കഴിക്കുക. അപ്പോൾ ജാനുള്ള ചായ മാറ്റി വെച്ചിട്ടാണ് ഞാൻ പിന്നെ പഞ്ചസാര ഇടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മധുരമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഞ്ചസാര ഇടാം. അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചായ ആറ്റുന്ന സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതിയാവും. ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ജാനില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പഞ്ചസാര ഇടാം. പാലൊഴിക്കുന്ന സമയത്ത് നമുക്കിടാം. അപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് അങ്ങ് തിളക്കട്ടെ. അപ്പോഴാണ് ആ ചായയിലയുടെ കംപ്ലീറ്റ് ആ സത്തും നമ്മുടെ ചായയിലോട്ട് അങ്ങ് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പാലൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചായയിലയുടെ കംപ്ലീറ്റ് സത്തും വരില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചൂട് പാലാണ് ചായയിലേക്ക് ഒഴിക്കാറ്. അതായത് ഇപ്പോൾ അമ്മയൊക്കെ ചായ ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഒരു പാത്രത്തിൽ പാൽ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇതിൽ ഒഴിക്കാറ്. അപ്പോൾ ചൂട് പാലാണ് എപ്പോഴും ഒഴിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കുന്ന പാൽ എപ്പോഴും ചൂടുള്ളതായിരിക്കും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, പച്ചപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഓവനിൽ വെച്ചിട്ട് ഒരു ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓവനിൽ 2 മിനിറ്റ് ചൂടാക്കിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കുക പാല്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ചെയ്യുക. പക്ഷേ ആ പച്ചപ്പാൽ ഒഴിക്കുന്നതും ചൂടുപാൽ ചായയിലേക്ക് ഒഴിക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ. ഇപ്പോൾ 2 മിനിറ്റ് ഇതിൽ നന്നായി കിടന്നിട്ട് ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ്സാണ് എൻ്റെ പാലിൻ്റെ അളവ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അതിനുശേഷം ചായയിലിട്ടു. പക്ഷേ ഈ സമയം കൊണ്ട് ഒരു 1/4 ഗ്ലാസോളം വെള്ളം വറ്റിയിട്ടുണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പോവാണ്. മീഡിയം തീ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ ഡിപ്പെൻസ് കേട്ടോ. ഇനിയും ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം 1 മിനിറ്റ് ഇതിൽ കിടന്ന് ഒന്ന് കുക്കായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് പതിപ്പിച്ചെടുക്കണം. ഓക്കെ. ഇതിൽ 1 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് പാലൊഴിച്ചതിന് ശേഷം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി ഫ്ലെയിം കൂട്ടുക. ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം നന്നായി ഇങ്ങ് തിളപ്പിക്കുക. ഓക്കെ. തിളച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, മേലേക്ക് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പൊങ്ങി വരുന്ന സമയത്ത് നമുക്കങ്ങ് തീ കുറയ്ക്കാം. നന്നായി തിളയ്ക്കണം. അപ്പോഴാണ് ആ ചായയുടെ കറക്റ്റ് ടേസ്റ്റ് വരിക. ആ പാലും പഞ്ചസാരയും വെള്ളവും എല്ലാം കൂടി കലർന്ന ഒരു നല്ലൊരു അടിപൊളി ചായ ആവുന്ന അപ്പോഴാണ്. ഈ തിളയ്ക്കാതെ ചായ എടുക്കാൻ പാടില്ല. ചിലവർ പറയും പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളയ്ക്കാൻ പാടില്ല. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ പാലൊഴിച്ച് നന്നായി തിളച്ച് വരുന്ന ചായക്കാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ എൻ്റെ ചായ നന്നായി തിളപ്പിക്കും. ഞാൻ പിന്നെ ഇതുപോലെ ഗസ്റ്റ് വരുമ്പോൾ മാത്രം ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ടീ ബാഗ് ഇട്ടിട്ട് ചായ ഉണ്ടാക്കാറ്, എളുപ്പപ്പണിയുള്ള ചായ ഉണ്ടാക്കാറ്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചായ തിളച്ചിട്ടുണ്ട്. ഇത് മതിയാവും. എല്ലാ സത്തും ഇതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണെന്ന് വെച്ചാൽ നന്നായിട്ട് ആറ്റി കൊടുക്കണം ചായ ആറ്റി കഴിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലാണ്ട് ഇത് വെറുതെ എടുത്തിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഒരു 3-4 തവണ നന്നായി വീശി ഒന്ന് ആറ്റി കൊടുക്കണം. അപ്പോഴാണ് ആ ചായക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുക. നമ്മൾ ചായക്കടയിലൊക്കെ കണ്ടിട്ടില്ലേ നന്നായിട്ട് ആറ്റുന്നത്, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ പതുക്കെ ആറ്റിയാൽ മതി. ഹൈറ്റിൽ നിന്ന് ആറ്റാൻ നിൽക്കണ്ട. അപ്പോൾ പകുതി ചായം താഴെ പോയി വേസ്റ്റായി പോവും. അതുകൊണ്ട് ശ്രദ്ധിച്ചാറ്റുക. അപ്പോൾ ഞാനൊരു കപ്പും കൂടി എടുത്തിട്ടൊന്ന് ആറ്റട്ടെ കേട്ടോ. എനിക്കിങ്ങനെ പതപ്പിച്ചിട്ട് ചായ ഒഴിക്കാനും ഇഷ്ടം. ഗ്ലാസ്സിലേക്ക് നല്ല പതയോടുകൂടി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിലിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഗ്ലാസ്സൊക്കെ എപ്പോഴും ഒന്ന് മണപ്പിച്ച് നോക്കുക. എന്തെങ്കിലും ഉളുമ്പ് മണക്കുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക. ഗ്ലാസ്സൊക്കെ കഴുകാൻ തനിയെ ഒരു സ്ക്രബ് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പല വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചായയോ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ലും, ചില ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അത് ഞാൻ അവരോട് പ്രത്യേകിച്ച് പറയും, ഗ്ലാസ് മാറ്റി കഴുകി കൊണ്ടുവരാൻ ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്ക് ഗ്ലാസ്സിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഹൈറ്റിൽ നിന്ന് ഒഴിക്കുമ്പോഴാണ് പത വരിക. അപ്പോൾ ഇത്രേ ഉള്ളൂ ചായ. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്നതാണ് ചായ എന്ന് പറയുമ്പോൾ. ചായ എല്ലാവരും എല്ലാ ദിവസവും വീട്ടിലുണ്ടാക്കുന്നതാണ്. എന്നാൽ പോലും അത് എപ്പോഴും നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ പഴംപൊരിയുടെ കൂടിയാണ് ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. എല്ലാ അമ്മമാർക്കും ഈ ചായ ഞാൻ സമർപ്പിക്കുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം എല്ലാ മക്കൾക്കും അമ്മയുടെ ആ ചായയുടെ ടേസ്റ്റ്. അപ്പോൾ
എല്ലാവരും ആസ്വദിക്കുക. ഇപ്പം മഴ പെയ്യാനുള്ളൊരു കോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. പല സ്ഥലത്തും ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഖത്തറിലും സൗദിയിലൊക്കെ. അപ്പോൾ ദുബായിലും ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മഴ പെയ്യുന്നേക്കാൾ മുൻപ് തന്നെ ചായയും പഴംപൊരിയും കഴിക്കട്ടെ, കുടിക്കട്ടെ കേട്ടോ. പഴംപൊരി അടിപൊളി, എനിക്ക് പറയാൻ വാക്കുകളില്ല. അമ്മയുടെ അടുത്ത് എത്തിയൊരു ഫീലിംഗ്. അമ്മയുടെ ആ ചായയുടെ അത്ര അടുത്ത് എത്തിയിട്ടൊന്നുമില്ല, എന്നാൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മോനിപ്പോൾ ഇത് കുടിക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. കാരണം അവൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചായയല്ലേ, അപ്പോൾ അത് അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ബീഫ് കഴിക്കാൻ പോകുന്നത്, ബീഫ് കറി ഉണ്ടാക്കിയ ബീഫ് കഴിക്കാം. അതെ, ഭാര്യ ഉണ്ടാക്കിയ ബീഫ് കഴിക്കാൻ പോകുന്നത്. സത്യസന്ധമായ അഭിപ്രായം പറയട്ടെ. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാത്ത സാധനമാണ്, അതുകൊണ്ട് താങ്കൾ അഭിപ്രായം പറഞ്ഞാൽ മാറ്റങ്ങൾ വരുത്താം. എരു, ഉപ്പ്, പുളി, എരുണ്ട്, മനസ്സിലായി. എരുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ നേരം ഇരുന്നാ പിടിച്ചോളൂ അല്ലേ? പിടിച്ചിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് വീഡിയോ ഇടാം അല്ലെ? പോസ്റ്റ് ചെയ്യാം. മലയാളിയുടെ സ്വന്തം ബീഫ്, അതിന്റെ വികാരമായ ബീഫ്. വയ്യ. ഞാൻ പക്ഷെ അതിൽ കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടാ. കുരുമുളക് ഇടണമെന്ന് എനിക്ക് തോന്നിയില്ല. കുരുമുളക് ഇടുമ്പോ വേറെ ഒരു സ്മെല്ല്. ഇതില് ഇനി ഒന്നും ചേർക്കണ്ട. ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ മാജിക് സൃഷ്ടിക്കുക. അപ്പൊ ധൈര്യമായിട്ട് ഇടാലോ എനിക്ക് അടുത്ത ബീഫ്. ഓക്കെ, താങ്ക് യു.